നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. SIT കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലടക്കം വെറി പിടിച്ച് അന്വേഷിച്ചിട്ടും കഴിഞ്ഞ 15 ദിവസം പോലും അല്ലെങ്കിൽ കഴിഞ്ഞ 14 ദിവസവും ഒളിവിലിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ രോമത്തിൽ പോലും തൊടാൻ SITക്ക് സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം നെഞ്ചു വിരിച്ച് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനായി വരികയാണ്. ഇങ്ങനെ ഒരു ബലാത്സംഗ കേസിലെ പ്രതിയായിട്ടിരിക്കുന്ന ഒരു കോടതിയിൽ ബലാത്സംഗ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാദപ്രതിവാദങ്ങളിലെ പ്രധാന പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാന വ്യക്തിയായിട്ടുള്ള രണ്ട് കേസുകളിൽ വാദപ്രതിവാദങ്ങളിൽ പ്രധാന പ്രതിയായിട്ടുള്ള ഈ വ്യക്തിയെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഇത്രയും ഒരു മാസ് എൻട്രി കൊടുക്കുകയും അതിനെ ഞങ്ങൾ എല്ലാവരും അടക്കമുള്ളവർ കൈനീട്ടി സ്വീകരിക്കുകയും അത് രാഹുലിന്റെ മാസ് ആയിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നിടത്ത് വീഴുകയാണ് അല്ലെങ്കിൽ തൊലി ഉരിയുകയാണ് ഇവിടത്തെ ആഭ്യന്തര വകുപ്പിന്റെ. നാഴേക്ക് 40 വട്ടം മാധ്യമങ്ങളുടെ മൈക്ക് കാണുമ്പോൾ വലിയ വലിയ അക്ഷരങ്ങളിൽ അല്ലെങ്കിൽ വലിയ വലിയ വാക്കുകളിൽ വീറോടുകൂടി വാശിയോടുകൂടി 4 ഡയലോഗ് അടിച്ചിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. പ്രവർത്തിക്കണമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം MLA ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. എന്നാൽ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം അദ്ദേഹം വേട്ടയാടപ്പെടാനും പാടില്ല. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ എല്ലാവരും രാവിലെ 5 മണി മുതൽ കാത്തിരുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരും എന്നുള്ള വാർത്തയ്ക്കായി. അങ്ങനെ 2 കണ്ണുകളും ആ സ്ഥലത്ത്, അതായത് പാലക്കാട്ടെ ഈ ഒരു ബൂത്തിലേക്ക് മാത്രമായിരുന്നു ശ്രദ്ധ ഉണ്ടായിരുന്നത്. അവിടെയുള്ള എല്ലാ പാലക്കാട്ടുകാരോടും ചോദിച്ചപ്പോൾ രാഹുൽ വരട്ടെ, രാഹുൽ വരുന്നതിന് ഇപ്പോൾ എന്താണ് കുറ്റം, രാഹുൽ വരട്ടെ, രാഹുൽ വന്ന് അദ്ദേഹത്തിന്റെ സമ്മതിദാന അവകാശം നടപ്പിലാക്കട്ടെ. ഏറ്റവും ഒടുവിലായിട്ടാണ് രാഹുൽ ഇവിടേക്ക്, പത്തനംതിട്ടയിലായിരുന്നു അദ്ദേഹത്തിന്റെ വോട്ടുണ്ടായിരുന്നെങ്കിൽ പാലക്കാട്ടേക്ക് അദ്ദേഹം മാറ്റിയത് എന്നുള്ളതാണ്. അങ്ങനെ മാധ്യമങ്ങൾ ചോദിച്ച് ഒടുവിൽ 5 മണിയോട് കൂടി അദ്ദേഹം 4 മണിയോട് കൂടിയാണ് അദ്ദേഹം വാളയാർ വഴി പാലക്കാടേക്ക് എത്തുന്നത്. അതിനുശേഷം 5 മണിയോട് കൂടി തന്നെ അദ്ദേഹം പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെ, അദ്ദേഹത്തിന് ഒരു ചായ പോലും കുടിക്കാൻ കഴിയാതെ ചുറ്റും ഈ പാമ്പ് ചുരുളുന്നത് പോലെ, കഴുത്തിൽ ഞെരിയുന്ന പോലെയാണ് മാധ്യമ പ്രവർത്തകർ ഞെരിഞ്ഞത്. അദ്ദേഹത്തിന് വാ ഒന്ന് തുറന്നാൽ മൈക്ക് അകത്ത് കയറി പോകുമായിരുന്നു. ഒന്ന് ചായ കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അദ്ദേഹത്തിന് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ തലയ്ക്ക് മീതെയായിരുന്നു ക്യാമറയും മൈക്കും എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ എന്നിട്ടും ചോദിക്കുന്ന ചോദ്യം എല്ലാം മുനവെച്ച ഈ 100 മേനി ശക്തിയുള്ള തരത്തിലുള്ള അമ്പുള്ള അല്ലെങ്കിൽ അത്രയും കൂർത്ത മുനയുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. എല്ലാത്തിനും ഒറ്റ വാക്കിലായിരുന്നു മറുപടി. കൂടിപ്പോയാൽ 2 വാക്ക്, അതിനപ്പുറത്തേക്ക് കടന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടം. കൂടുതൽ മൊഞ്ചനായാണല്ലോ ഇജ്ജ് വന്നത് എന്ന് പലരും പറയുന്നുമുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ റീ എൻട്രി അത് സത്യത്തിൽ അഡ്വക്കേറ്റ് രാജീവിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. കാരണം ഇരു ചെവി അറിയാതെ പോലീസിന് നേരത്തെ നിർദ്ദേശം കിട്ടിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നിർദ്ദേശം കിട്ടിയിരുന്നു. പക്ഷെ വരുമെന്ന് യാതൊരു തരത്തിലുള്ള ഉറപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എവിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകിട്ട് വരെ? ആർക്കും അറിയില്ല. 15 മിനിറ്റ് മുമ്പാണ് MLA ഓഫീസിൽ വിവരം ലഭിച്ചത്. വരും, വോട്ട് ചെയ്യുമെന്ന് സൂചന ലഭിച്ചിരുന്നുവെന്ന് മാത്രം. പോലീസും വിവരങ്ങൾ അറിഞ്ഞിരുന്നു. സുരക്ഷ ഒരുക്കി. ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ എത്തി അവിടെ നിന്ന് പാലക്കാട് സുഹൃത്തിന്റെ വീട്ടിലെത്തിയാണ് ലഭ്യമായ വിവരം. MLAയുടെ വാഹനം അവിടേക്ക് വരുത്തി വോട്ട് ചെയ്യാൻ വന്നു. 3 ദിവസം മുൻപ് വരെ പോലീസ് അന്വേഷണ സംഘം രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചതോടുകൂടിയാണ് ഇത് നിർത്തിയത്. 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ്. വോട്ട് ചെയ്യാൻ എത്തുമെന്ന പാലക്കാട്ടെ രാഹുലിന്റെ സുഹൃത്തുക്കൾക്ക് ഇന്നലെ തന്നെ വിവരം ലഭിച്ചിരുന്നു. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചാൽ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നായിരുന്നു അറിയിപ്പ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുൻകൂർ ജാമ്യം നൽകിയ വിധി വന്നതോടുകൂടി രാഹുലിന്റെ വരവ് അനുകൂലികൾ ഉറപ്പിച്ചിരുന്നു. MLA ആയ ശേഷമുള്ള രാഹുലിന്റെ ആദ്യ വോട്ടായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. വോട്ടെടുപ്പിന്റെ അവസാനം 5 മണി കഴിഞ്ഞ് ബൂത്തിൽ എത്തുമെന്ന് ഇന്നലെ വ്യാഴാഴ്ച തന്നെ അറിയിച്ചിരുന്നു. രാവിലെ വോട്ട് ചെയ്യാൻ എത്തിയാൽ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ചർച്ചാ വിഷയം ഇതാകുമെന്ന്, അത് ദോഷകരമാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് വൈകിട്ട് വോട്ട് ചെയ്യാൻ എത്തിയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ബൊക്കെ നൽകിയാണ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ സ്വീകരിച്ചത്. രാഹുൽ ഉച്ചയ്ക്ക് തന്നെ പാലക്കാട് എത്തിയിരുന്നുവെന്നും വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിനായി കാത്തിരിക്കുകയായിരുന്നുവെന്നും ആണ് വിവരം ലഭിച്ചത്. ഇതെല്ലാം തന്നെ അഭിഭാഷകന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ തന്നെയായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടം വാളയാർ വഴിയാണ് എത്തിയത്, പാലക്കാട്ടേക്ക് എത്തുന്നത്. വാളയാർ വഴി പാലക്കാടേക്ക് എത്തുന്നു. തുടർന്ന് ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് തങ്ങുന്നു. ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം
അഭിഭാഷകനോട് സംസാരിക്കുന്നു, നേരെ വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് പോകുന്നു. കൃത്യമായി എന്താണോ പറയേണ്ടത് അത് മാത്രം പറയുന്നു. തിരിച്ചും മറിച്ചും തിരിച്ചും ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും എന്താണോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മറുപടി അത് മാത്രം. ഒരു ചിരിയോടുകൂടി വലിയ സന്തോഷവാനെ പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണപ്പെട്ടത്. ഇനി അവിടുത്തെ കോൺഗ്രസിന്റെ ഒരു നീക്കം എങ്ങനെ നോക്കാം. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തെ ഇരു കൈയും നീട്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചത്. പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ്, യൂത്ത് നേതാക്കന്മാരുടെ അല്ലെങ്കിൽ യൂത്തന്മാരുടെ ഹരമായി, യൂത്തന്മാരുടെ ഒരു ആവേശമായി കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സത്യത്തിൽ ആ പിന്തുണച്ച യൂത്തന്മാരെ കയ്യിൽ കിട്ടിയപ്പോൾ മാധ്യമങ്ങൾ അറഞ്ചാൻ ചോദ്യങ്ങളായിരുന്നു. പക്ഷെ അപ്പോഴും അവർ പറഞ്ഞത് രാഹുൽ ഞങ്ങളുടെ MLA അല്ലേ, രാഹുലേട്ടൻ ഞങ്ങളുടെ MLA അല്ലേ, രാഹുലേട്ടൻ വന്ന ഞങ്ങൾ സ്വീകരിക്കും, പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, രാഹുലേട്ടൻ വന്ന ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് ആവേശത്തോടു കൂടി യൂത്തന്മാർ പറഞ്ഞത്. പക്ഷെ അവരുടെ വാക്കിന് പോലും പുല്ലുവിലകൾ കൽപ്പിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ പോലും കളിയാക്കുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള മാധ്യമ റിപ്പോർട്ടിംഗ് ഒക്കെ നടന്നത് എന്ന് വേണം കരുതാൻ. ചായ കുടിക്കാൻ വന്ന രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് നേരെ പോയത് സുഹൃത്തിന്റെ വീട്ടിലേക്കാണ്. പത്തനംതിട്ടയിൽ തന്നെ തുടരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എങ്കിലും അഡ്വക്കേറ്റ് രാജീവ് പറഞ്ഞത് പ്രകാരം അവിടെ നിന്ന് മാറുകയായിരുന്നു എന്ന് വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ട്. 15-ാം തീയതി SITക്ക് മുന്നിലെത്തി ഒപ്പിടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 15-ാം തീയതിയാണ് അദ്ദേഹത്തിന് നിർണായകമാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് തിങ്കളാഴ്ച എത്തുമോ എന്ന് കണ്ടറിയണം. ഒപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ സുഹൃത്തുക്കൾ ഒക്കെ തന്നെ പോലീസ് നിരീക്ഷണത്തിലാണ്. ഇനി എങ്ങോട്ടേക്കാണ് പോകുക എന്ന ചോദ്യത്തിന് ഞാൻ പത്തനംതിട്ടയിൽ തന്നെ തുടരും, വോട്ടർമാരുടെ കൂടെ തന്നെ തുടരും, അല്ലെങ്കിൽ പാലക്കാടുകാരുടെ ഒപ്പം തന്നെ തുടരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല. നേരെ പോയത് സുഹൃത്തിന്റെ വീട്ടിലും അവിടെ നിന്ന് നേരെ ആലുവയിലെ വീട്ടിലേക്ക്. കഴിഞ്ഞ 15 ദിവസമായി 2.5 ആഴ്ചയായിട്ട് അദ്ദേഹത്തിന്റെ അമ്മയും കുടുംബാംഗങ്ങളെയും കണ്ടിരുന്നില്ല. അദ്ദേഹം ആലുവയിലെ വീട്ടിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് മാറി എന്ന് ആരും ശ്രദ്ധിച്ചില്ല. മാധ്യമപ്പട ഇവരുടെ പിന്നാലെ തന്നെ എസ്കോർട്ട് പോകുന്നത് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ പോയിരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ സമൂഹ മാധ്യമങ്ങൾ നിറയെ തെറിവിളി തന്നെയാണ്, തെറിവിളി അഭിഷേകമാണ് ഈ മാധ്യമങ്ങളുടെ ഈ ഒരു പ്രവർത്തികൾ, ചെയ്തികളൊക്കെ കണ്ടുകൊണ്ട്. ഒരു വ്യക്തിയെ ഇങ്ങനെ ക്രൂശിക്കണോ? അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും മറന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയിലേക്ക് ചുരുങ്ങി പോവുകയാണോ നിങ്ങളുടെ മാധ്യമങ്ങളെ? നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നാണ് ചോദ്യം. എന്തായാലും കോൺഗ്രസിന് വെള്ളിടി വെട്ടിയിരിക്കുകയാണ്. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളിടി വെട്ടിയിരിക്കുന്നു. ആവേശത്തോടുകൂടി നെഞ്ചു വിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ പലരുടെയും നെഞ്ചത്ത് തന്നെയാണ് അറിയിച്ചു വെച്ചിരിക്കുന്നത്. ഒപ്പം ഈ പറയുന്ന പോലെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഇത്തരത്തിൽ ഒരാളെ ക്രൂശിക്കുന്നത് അത് ശരിയായ നടപടിയല്ല എന്ന ദിലീപിന്റെ കേസിൽ പോലും കോടതി വ്യക്തമാക്കിയതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.